22 ലക്ഷം വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെ ഇല്ലാതാക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ഉന്നതരുടെ പങ്കാണ് നിലവിൽ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. NTA ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ CBIയുടെ നിരീക്ഷണത്തിലാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. 2026 നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. കള്ളൻ കപ്പലിനുള്ളിൽ തന്നെ എന്നാണ് CBIയുടെ അന്വേഷണ ദിശ നൽകുന്ന സൂചനകൾ. പരീക്ഷ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട പേര് വെളിപ്പെടുത്താത്ത ഒരു ഉദ്യോഗസ്ഥനിലേക്കാണ് അന്വേഷണം നീളുന്നത് എന്നാണ് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൂനെയിൽ നിന്ന് പിടികൂടിയ മനീഷ് സഞ്ജയ് വാഗ്മാരയിൽ നിന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകരുടെ പങ്കിനെക്കുറിച്ചുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. വാഗ്മാരെയാണ് കേസിലെ പ്രധാന കണ്ണി. അവരുടെ മൊഴിയെ തുടർന്നാണ് ലാത്തൂരിലെ കെമിസ്ട്രി പ്രൊഫസറായ PV കുൽക്കർണിയെയും പൂനെയിലെ ബയോളജി പ്രൊഫസറായ മനീഷ ഗുരുദാസ് മന്ദാരെയും ഒക്കെ CBI അറസ്റ്റ് ചെയ്യുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് NDAയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ടെന്ന വിവരം ലഭിച്ചത് എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. NDAയിലെ ആ ഉന്നത ഉദ്യോഗസ്ഥൻ മുഖേനയാണ് മനീഷ് വാഗ്മാരയ്ക്ക് ഏപ്രിൽ 27-ന് ചോദ്യപേപ്പറുകളും ഉത്തരസൂചികകളും ലഭിച്ചത് എന്നാണ് സൂചന. അറസ്റ്റിലായ ബയോളജി പ്രൊഫസർ മനീഷ മന്ദാരെയാണ് മനീഷ വാഗ്മാരയ്ക്ക് സബ്ജക്ട് എക്സ്പെർട്ടായ PV കുൽക്കർണിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ തയ്യാറാക്കലുമായി ബന്ധമുള്ള കുൽക്കർണി അവസരം ദുരുപയോഗം ചെയ്ത് മനീഷ വാഗ്മാരയ്ക്ക് രസതന്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോർത്തി നൽകുകയായിരുന്നുവെന്നാണ് CBI കോടതിയിൽ ആരോപിച്ചത്. കുൽക്കർണിയിൽ നിന്ന് ചോദ്യങ്ങൾ കരസ്ഥമാക്കിയ മനീഷ വാഗ്മാരെ കേസിലെ മറ്റൊരു പ്രതിയായ ധനഞ്ജയ് ലോഖാണ്ഡെ ഉൾപ്പെടെയുള്ളവർക്ക് ആ ചോദ്യപേപ്പർ ഉയർന്ന തുകയ്ക്ക് വിൽക്കുകയും ചെയ്തു. മനീഷ വാഗ്മാരയ്ക്കൊപ്പം ചേർന്ന് ബയോളജി അധ്യാപികയായ മനീഷ മന്ദാരെ ഉദ്യോഗാർത്ഥികൾക്കായി പൂനെയിലെ വസതിയിൽ പ്രത്യേക പരിശീലന സെഷനുകൾ നടത്തിയിരുന്നുവെന്നും CBI ആരോപിക്കുന്നുണ്ട്. അവിടെ വെച്ച് പരീക്ഷയ്ക്ക് വരുന്ന നിരവധി ചോദ്യങ്ങൾ അവർക്ക് മുൻകൂട്ടി നൽകിയെന്നും CBI സംശയിക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ മെഡിക്കൽ പഠനം സ്വപ്നം കണ്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ആശങ്കയിലായിരിക്കുന്നത്. ഈ വൻ അഴിമതിയുടെ ചുരുളഴിക്കാൻ കാരണമായത് രാജസ്ഥാനിലെ സിക്കാറിലുള്ള ഒരു സാധാരണ ഹോസ്റ്റൽ ഉടമയായിരുന്നു. വാട്സാപ്പിലെത്തിയ ഒരു ഫോർവേഡ് മെസ്സേജ് കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ ചെറിയ അന്വേഷണമാണ് ചോദ്യപേപ്പർ ചോർച്ച വെളിച്ചത്ത് കൊണ്ടുവന്നത്. ചോർത്തിയ ചോദ്യപേപ്പർ ബീഹാർ, ജമ്മു കശ്മീർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 10 മുതൽ 28 ലക്ഷം രൂപ വരെ വാങ്ങി വിറ്റതായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രൈവറ്റ് മാഫിയ എന്ന പേരിലുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയും ഇത് പ്രചരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് നീറ്റിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ഗുരുതരമായ പ്രശ്നം ഉണ്ടാകുന്നത് എന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ വിഷയം. ഓരോ വട്ടവും വില കൊടുക്കുന്നതാകട്ടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും.